നിങ്ങൾ നോമ്പെടുക്കുമ്പോൾ ക്ഷീണിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത്താഴത്തിന് ഫുഡ് കഴിച്ചിട്ടും നോമ്പ് തുറക്കുമ്പോഴേക്കും നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അത്താഴത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് പറയുന്നതാണ് ഫ്രൂട്ട്സ്. നമുക്കറിയാം ഫ്രൂട്ട്സ് എപ്പോഴും നമ്മളെ ബോഡീനെ ഹൈഡ്രേറ്റഡ് ആക്കാനും അതുപോലെ തന്നെ എനർജി തരാനും സഹായിക്കും. രണ്ടാമതായിട്ട് പറയുന്നതാണ് കാർബോഹൈഡ്രേറ്റിന് പകരം പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് കടല, മുട്ടയൊക്കെ നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്. അതുകൊണ്ട് തന്നെ എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. മൂന്നാമതായിട്ട് വരുന്നതാണ് പാല്, അതുപോലെ പനീർ, നമ്മുടെ യോഗട്ട്, കേട്, ഇതെല്ലാം നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യാനും പ്രോപ്പർ ഡൈജഷൻ തരാനും നമുക്ക് വിശക്കാതിരിക്കാനും സഹായിക്കും. നാലാമതായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് സീഡ്സും അതുപോലെ നട്ട്സും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ചിയാ സീഡ്സ് നിങ്ങൾ അത്താഴത്തിന് എണീക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് കുടിക്കുന്നത് നല്ലതാണ്. ഇത് നമ്മൾക്ക് എനർജി പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ വാട്ടർ കണ്ടന്റ് കുറച്ചും കൂടെ ഹോൾഡ് ചെയ്യാനും നമ്മളെപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ നോമ്പെടുക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ.